അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വാടാനംകുറിശി മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചു. 10 ദിവസം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടാണ് പ്രവർത്തികൾ നടത്തുന്നത്. വാഹന ഗതാഗതം നിലച്ചതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. ഷൊർണൂർ ഭാഗത്തേക്കുള്ള റിട്ടേണിംഗ് വാളിന്റെ നിർമ്മാണവും സർവീസ് റോഡ് നിർമ്മാണവുമാണ് നടത്തുന്നത്. അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി പാത താഴ്ത്തുന്ന പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം സർവീസ് റോഡ് ഇന്റർലോക്ക് കട്ട വിരിച്ച് നവീകരിക്കും. കിഫ്ബി വഴി 34 കോടി രൂപ ചിലവഴിച്ചാണ് വാടാനംകുറിശി റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 10 ദിവസം റോഡടച്ച് പൂർണ്ണമായും ഗതാഗതം നിരോധിക്കുന്നതിനാൽ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണ് ഏറെ ദുരിതത്തിലായത്. നിലവിൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള ബസ് സർവീസ് നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് അപ്പുറവും ഇപ്പുറവും ആളെയിറക്കിയാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ എത്ര കാലം കഴിഞ്ഞാലും പാലം പണി പൂർത്തിയാക്കില്ലെന്നാണ് ബസ് ഡ്രൈവർമാരുടെ ആക്ഷേപം. ഷൊർണൂർ മുതൽ പട്ടാമ്പി വരയ്ക്കും തവിട് പൊടിയ റോഡ്. അതിലിപ്പോൾ അടുത്ത കാലത്ത് പണി നടന്ന കുറച്ച് സ്ഥലങ്ങൾ മാത്രം ഒരു ചെറിയ സമാധാനമുണ്ട്. പിന്നെ ഈ ഇപ്പുറത്തെ ഗേറ്റിൻ്റെ അവിടെ 5 മിനിറ്റ് 6 മിനിറ്റ് വേണം ഈ ഒരു 100 മീറ്റർ ദൂരം പാസ് ചെയ്യാൻ. എന്നിട്ട് വണ്ടി പട്ടാമ്പി എത്തുമ്പോൾ തിരിച്ചു പോരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഷൊർണൂർ കുളപ്പുള്ളി 7 മിനിറ്റാണ് ഒരു ബസ്സിന് സമയം കുളപ്പുള്ളി എത്താൻ. ഇപ്പോൾ അത് 12 13 മിനിറ്റുണ്ടെങ്കിൽ എത്താൻ പറ്റില്ല. എവിടെയും ബസ് ഓടിയെത്തില്ല. അത് മാത്രമല്ല വണ്ടിയുടെ മെയിൻ്റനൻസ്. ഒരു ദിവസം എന്തെങ്കിലും ഒരു സാധനം പൊട്ടാതെ ഒരു ബസ്സും വൈകുന്നേരമാക്കണില്ല. കാരണം നമുക്കിത് കുഴികളിൽ മെല്ലെ ഇറങ്ങി പോകാനുള്ള സമയം നമുക്കില്ല. പണ്ട് 9 കൊല്ലം മുന്നേ ഉള്ള പെർമിറ്റും അന്നുള്ള സമയവും ഇന്ന് റോഡാണെങ്കിൽ ഈ ആയിരക്കണക്കിന് വണ്ടികൾക്ക് പോകാനുള്ള റോഡ് മാത്രം വീതിയില്ല. ബസ്സാണെങ്കിൽ ഒന്ന് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് പിടിച്ച് ചാർജ് ചെയ്യുക, ഒരാളെ കയറ്റാതെ പോയി തിരിച്ചു വരുമ്പോൾ തടയുക. കാരണം ഞങ്ങൾക്കിത് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഈ പാലം തന്നെ 5 കൊല്ലത്തിൻ്റെ അടുത്തായി പണിയാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമുക്ക് അവിടെ പോയാൽ കാണാം പല ബസ്സുകളുടെയും ബാക്ക് പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഈ കുഴികളിൽ ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ അടി തട്ടിയിട്ട് സ്കൂൾ കുട്ടികളെ കയറ്റണം. ഒരു സ്റ്റോപ്പിൽ വരെ നിർത്താതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ കയറ്റിയിട്ട് സമയത്ത് ഇത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇവരൊരു പണിയെടുക്കില്ല. ഇപ്പോൾ 2 ദിവസം അവധി കിട്ടി. ആ 2 ദിവസം അവധിയിലൂടെ ഒരു പണി നടന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ മൊത്തം അടങ്ങറായി. രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റിയിട്ടില്ല. പല കുട്ടികളും ഇന്ന് നടന്നു പോകുന്നത് ഞങ്ങൾ എത്ര രണ്ടാമത്തെ ചാരി വരുമ്പോൾ വഴിയിൽ കണ്ടതാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. മുതലാളിമാർക്കാണെങ്കിൽ ഈ സാധനം കൊണ്ടുനടക്കാൻ ഇപ്പോൾ പുറത്തുനിന്ന് പൈസ എടുത്തിട്ട് പാർട്സ് മേടിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഡെയിലി കംപ്ലൈൻറ്റാണ്. ലീഫ് മുറിയാതെയും ടയറാടൻ്റെ ഈ വണ്ടിയുടെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷൊർണൂർ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടനെ ഇതിൻ്റെ സ്റ്റെയറിങ്ങും വീലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റാഡ് മുറിഞ്ഞു വീണു. അത് അവിടെ ആവുക കാരണം അപകടത്തിൽപ്പെട്ടില്ല. ഒരു ദിവസം എന്തെങ്കിലും ഒരു സാധനം പൊട്ടാതെ ഒരു ബസ്സും വൈകുന്നേരമാക്കുന്നില്ല. കാരണം നമുക്ക് കുഴികളിൽ മെല്ലെ ഇറങ്ങി പോകാനുള്ള സമയം നമുക്കില്ല. പണ്ട് 9 കൊല്ലം മുന്നേ ഉള്ള പെർമിറ്റും അന്നുള്ള സമയവും ഇന്ന് റോഡാണെങ്കിൽ ഈ ആയിരക്കണക്കിന് വണ്ടികൾക്ക് പോകാനുള്ള റോഡ് മാത്രം വീതിയില്ല. ബസ്സാണെങ്കിൽ ഒന്ന് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് പിടിച്ച് ചാർജ് ചെയ്യുക, ഒരാളെ കയറ്റാതെ പോയി തിരിച്ചു വരുമ്പോൾ തടയുക. കാരണം ഞങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഈ പാലം തന്നെ 5 കൊല്ലത്തിൻ്റെ അടുത്തായി പണിയാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നമുക്ക് അവിടെ പോയാൽ കാണാം പല ബസ്സുകളുടെയും ബാക്ക് പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഈ കുഴികളിൽ ഇങ്ങനെ ഇറങ്ങി കയറുമ്പോൾ അടി തട്ടിയിട്ട് സ്കൂൾ കുട്ടികളെ കയറ്റണം. ഒരു സ്റ്റോപ്പിൽ വരെ നിർത്താതെ പോകാൻ പറ്റില്ല. ഇതൊക്കെ കയറ്റിയിട്ട് സമയത്ത് ഇത് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നല്ല വെയിലുള്ള സമയങ്ങളിലൊന്നും ഇവരൊരു പണിയെടുക്കില്ല. ഇപ്പോൾ 2 ദിവസം അവധി കിട്ടി. ആ 2 ദിവസം അവധിയിലൂടെ ഒരു പണി നടന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ മൊത്തം അടങ്ങറായി. രാവിലെ കുട്ടികൾക്ക് സ്കൂൾ പോകാൻ പറ്റിയിട്ടില്ല. പല കുട്ടികളും ഇന്ന് നടന്നു പോകുന്നത് ഞങ്ങൾ എത്ര രണ്ടാമത്തെ ചാരി വരുമ്പോൾ വഴിയിൽ കണ്ടതാണ്. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. മുതലാളിമാർക്കാണെങ്കിൽ ഈ സാധനം കൊണ്ടുനടക്കാൻ ഇപ്പോൾ പുറത്തുനിന്ന് പൈസ എടുത്തിട്ട് പാർട്സ് മേടിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഡെയിലി കംപ്ലൈൻറ്റാണ്. ലീഫ് മുറിയാതെയും ടയറാടൻ്റെ ഈ വണ്ടിയുടെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷൊർണൂർ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഉടനെ ഇതിൻ്റെ സ്റ്റെയറിങ്ങും വീലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റാഡ് മുറിഞ്ഞു വീണു. അത് അവിടെ ആവുക കാരണം അപകടത്തിൽപ്പെട്ടില്ല. നേരെ മറിച്ച് വണ്ടിയിൽ 19 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാധനം കട്ടാക്കണമെങ്കിൽ ഒരു 3 മറത്തിലെങ്കിലും മറിയും. ഒരാളെ പോലും മുഖം എടുക്കാൻ പറ്റില്ല. അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വേറെ തീരുമാനം. ഇത് എന്നാ തീരാന്ന് അറിയില്ല. തുടങ്ങി വെച്ചിട്ട് കാലം കുറയും. 10 ദിവസം പറഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇവർക്ക് ഇതാവില്ല, ചെയ്ത് തീരില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ കാലാവസ്ഥ അനുകൂലമല്ല. ഇപ്പോൾ ഒരു വെയിലുണ്ടെങ്കിൽ പിന്നെ പെയ്യണം മഴ നല്ല ശക്തിയിലാണ് പെയ്യുന്നത്. ആ സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ 10 ദിവസം കൊണ്ടൊന്നും ഇത് തീരില്ല. ഈ 10 ദിവസം പറഞ്ഞു 10 അല്ല ഇപ്പോൾ ഒരു 20 ദിവസം നമ്മൾ നിർത്തി കൊടുക്കാം. എന്നിട്ട് അത് ചീര് വൃത്തിയായി ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ മുന്നേ 2 ദിവസം എല്ലാം മുടക്കിയിട്ട് ഇവിടെ വർക്ക് നടന്നു. അത് അന്നത്തെ മഴയ്ക്ക് തന്നെ അത് പോയി. പിറ്റത്തെ ദിവസം രാവിലെ വരുമ്പോൾ വീണ്ടും കുഴികളാണ്. ഷൊർണൂർ മുതൽ പട്ടാമ്പി വരെ ഇതാണ് അവസ്ഥ. ആ കൽപ്പകയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് വേണം.
പറയുമ്പോൾ കിലോമീറ്റർ കുറച്ചുള്ളൂ. ചെറിയ വണ്ടികൾ അവർക്ക് പോകാൻ പറ്റില്ല. അടി തട്ടിയിട്ടും കാറിന്റെ ഒക്കെ അടി തട്ടിയിട്ടും ബൈക്കുകൾ സ്കൂട്ടികൾ വീഴുക. നമ്മുടെ വലിയ ടയറാണെങ്കിലും കൂടി മുമ്പിൽ പോകുമ്പോൾ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ വണ്ടി ചെന്നിട്ട് പുറത്ത് ആളെ ഇറക്കുക, സ്റ്റാൻഡിൽ കയറി ആളെടുക്കാൻ പറ്റാതെ തിരിച്ചു വരിക, കാര്യവണ്ടി ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ എത്തില്ല. അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രിപ്പ് എടുക്കണമെങ്കിൽ വണ്ടി ഇവിടെ എത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ബസ്സുകളുടെ അവസ്ഥ. ഇതിലും ദുരിതമായിരിക്കും ചെറുവണ്ടിക്കാരുടെ കേട്ടോ. നമ്മൾ സ്ഥിരം പോണ വഴികളും കുഴികളും എവിടെ ഉണ്ടെന്നൊക്കെ അറിയുക കാരണങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒഴിച്ചും പിടിച്ചും കൊണ്ടുപോകുന്നതുകൊണ്ട് കുറേയൊക്കെ സമാധാനമുണ്ട്. പരിചയമില്ലാണ്ട് വരുന്ന വണ്ടിക്കാർക്കാണ് ഇതിലേറെ ബുദ്ധിമുട്ട്. ഇവിടെ നിന്നാണ് ലോറി മറിഞ്ഞു, കൊല്ലത്തുനിന്ന് വന്ന വണ്ടിയാണ്. ആ ഡ്രൈവർക്ക് അറിയില്ലേ വഴിയെക്കുറിച്ച്. ആ സാധനം പുലർച്ചെ 5 മണിക്ക് ഇവിടെ വന്ന് മറിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം 4 മണിക്കാണ് അതിനെ പൊക്കിയെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചത്. അതുവരയ്ക്ക് ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. പിന്നെ ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് അങ്ങോട്ട് നീളും, ഇങ്ങോട്ട് ആ പൈത്തപ്പുറ റോഡിന്റെ അപ്പുറം വരയ്ക്കും ബ്ലോക്കാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് പ്രവർത്തനം ആരംഭിച്ച വാടാനം കുറിശി മേൽപ്പാലം 4 വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും ഇതുമൂലം പ്രദേശത്തെ റോഡ് തകർച്ചയും ഗതാഗത കുരുക്കുമെല്ലാം ജനങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നതായും രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നതായും ജനങ്ങൾ പറയുന്നു. യാത്രാ ദുരിതം രൂക്ഷമായതോടെയാണ് ഇപ്പോൾ അധികൃതരുടെ ഇടപെടലിൽ വാടാനം കുറിശി മേൽപ്പാല നിർമ്മാണത്തിന് വേഗത കൈവന്നത്. വാരണാസി പാലത്തിന്റെ നവീകരണത്തിനനുബന്ധിച്ചിട്ട് വിദ്യാർത്ഥികളും വയസ്സായവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എത്രയും പെട്ടെന്ന് റോഡ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സൗകര്യമാകും. കള്ളനും പെരുങ്കള്ളനും കൂടി നാട് ഭരിക്കുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമില്ല, പ്രശ്നമില്ല. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.